الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് ഈ പ്രഭാതം ഖൈർ വർദ്ധിപ്പിച്ചു നൽകട്ടെ. നമ്മോട് ബന്ധപ്പെട്ട ആളുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടങ്ങളിലൊക്കെ അല്ലാഹു തആല അവർക്കും റാഹത്ത് പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ ആഫത്തുകളും മുസീബത്തുകളും അല്ലാഹു നമ്മെ തൊട്ടും അവരെ തൊട്ടും തട്ടിമാറ്റി ദൂരത്താക്കട്ടെ. ഓരോ ദിവസവും കഴിയുമ്പോൾ കൂടുതൽ കൂടുതൽ പേടിപ്പെടുത്തുന്ന വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അത്യാഹിതങ്ങൾ സംഭവിക്കുന്നു, അപകടങ്ങൾ പെരുത്തു വരുന്നു, പ്രകൃതി ദുരന്തങ്ങളും വർദ്ധിച്ചു വരുന്നു. എന്തിനേറെ നമ്മളൊക്കെ അടുത്തടുത്ത വീടുകളിലായി തിങ്ങിപ്പാർക്കുന്ന ആളുകളാണ്. വീട്ടിലെ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി വെച്ച കുക്കർ പൊട്ടിത്തെറിച്ചിട്ട്, ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ട്, തീപിടുത്തം വന്നിട്ട്, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള മുസീബത്തുകൾ നമ്മൾ കേൾക്കുകയാണ്. പക്ഷെ അതിലൊക്കെ അകപ്പെട്ടിട്ട് ആയിരങ്ങൾ മരിച്ചു തീരുമ്പോൾ അത്ഭുതകരമായി ചില ആളുകൾ രക്ഷപ്പെടുന്ന വാർത്തകളും നമ്മൾ കേൾക്കുകയാണ്. നമ്മളെ നാട്ടിൽ തന്നെ ഒരു കുക്കർ പൊട്ടിത്തെറിച്ച്, പക്ഷേ ആളുകൾക്ക് അപായമൊന്നും ഉണ്ടായില്ല. ഇപ്പൊ അടുത്ത ഉംറ തീർത്ഥാടകർ അവർ യാത്ര ചെയ്യവേ വാഹനാപകടം ഉണ്ടായിട്ട് കത്തിപ്പോയി, ബസ് ഒന്നായിട്ട് കത്തിപ്പോയി. അതിൽ പെട്ട ആളുകളൊക്കെ മരിച്ചുപോയി, ഒരാൾ രക്ഷപ്പെട്ടു. അതുപോലെ സുനാമി ഉണ്ടായി, പ്രളയം ഉണ്ടായി, അതിലൊക്കെ എത്രയോ ആളുകൾ മരിച്ചു പോകുന്നു. അത്ഭുതകരമായി ചിലർ രക്ഷപ്പെടുന്നു. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നൂറുകണക്കിന് ആളുകളാണ് മണ്ണിലടിയിലായതും വെള്ളത്തിൽ ഒലിച്ചു പോയതും കാണാതായി പോയതുമെല്ലാം. അത്ഭുതകരമായി അതിലും കുറെ ആളുകൾ രക്ഷപ്പെട്ട ചരിത്രം കാണാം. ഈ രക്ഷപ്പെടലുകൾ നമുക്ക് നൽകുന്ന പാഠം എന്താണ്? അപ്പൊ നമ്മൾ ഇപ്പുറത്തുനിന്ന് പറയും എന്തെങ്കിലുമൊക്കെ, അവരെന്തെങ്കിലുമൊക്കെ സുഹൃതങ്ങൾ ചെയ്തിട്ടായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന സുഹൃതം അത്യാഹിതങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും. ഏറ്റവും കൂടുതൽ അപകടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ധർമ്മം ചെയ്യാന്ന്. നമ്മളൊരു വഴിക്ക് യാത്ര പോവുകയാണ്, നമ്മൾ എന്തെങ്കിലും ഒരു ധർമ്മം ചെയ്യണം. അപ്പൊ ചിലരൊക്കെ പിന്നെ പള്ളിയുടെ മുമ്പിൽ ഭണ്ഡാരം കാണുമ്പോൾ അതിനെന്തെങ്കിലും ഒരു പൈസ കിട്ടുമ്പോൾ, അള്ളാഹുവിന്റെ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറിടങ്ങൾ ഉണ്ടെങ്കിൽ അവിടത്തേക്ക് വല്ലതും നേർച്ചയായിട്ടോ അല്ലാണ്ടോ ധർമ്മം ചെയ്തിട്ട് പോകും. കാരണം അതെല്ലാം അള്ളാഹു പൊരുത്തപ്പെട്ട നല്ല വഴിക്ക് ചെലവഴിച്ചു പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. പള്ളിക്കാണെങ്കിലും നല്ല വഴിക്ക് ചെലവഴിഞ്ഞു പോകും, മഖ്ബറകളിലാണെങ്കിലും നല്ല വഴിക്ക് ചെലവഴിഞ്ഞു പോകും. ഇനി അത് മോശപ്പെട്ട രൂപത്തിൽ എവിടെയെങ്കിലും ചെലവാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ആൾക്ക് നമ്മൾ കൊടുക്കേണ്ടതില്ല. കാരണം നമ്മളെ പണം മോശപ്പെട്ടതിലേക്കാണ് പോകണമെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കാൻ പാടില്ല. അറിയാതായി പോകണമെന്ന് അറിഞ്ഞുകൊണ്ട് കൊടുക്കാൻ പാടില്ല. അപ്പോ ഈ ധർമ്മം നമ്മളെ എന്ത് ചെയ്യും? ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തും. അസ്സദഖത്തു റദ്ദുൽ ബലാ. ധർമ്മം എല്ലാ ബലാകളെയും തട്ടിമാറ്റി നമുക്ക് സുരക്ഷ തരുന്നത്. അപ്പൊ ദാനധർമ്മം നന്നായി ചെയ്യുന്ന ചിലർ വണ്ടി അപകടത്തിലൊക്കെ പെട്ടാൽ അവർക്കൊരു പോർവ് ഏറ്റിട്ടുണ്ടാലും വണ്ടി പൊടിയായിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ കാണുന്ന കേൾക്കുന്ന അനുഭവ വാർത്തകളാണ്. എന്നാൽ ഇതുപോലെ ഇതിനേക്കാളും എല്ലാം ഉപരി വലിയ അത്യാഹിതം വരാൻ പോകണം. അതിനാണ് ഖിയാമത്ത് നാൾ എന്ന് പറയുന്നത്. അന്ന് ഭയങ്കര ആഫത്തും തകരാറും തന്നെയായിരിക്കും. ഒന്നായിട്ട് തകർന്ന് തരിപ്പണാവൂലെ ആകാശവും ഭൂമിയും ഒക്കെ. അതേക്കുറിച്ച് എത്രയോ മുന്നറിയിപ്പുകൾ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഖിയാമത്ത് നാളിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഭീതിതമായ അവസ്ഥകൾ വിവരിച്ചിട്ടുണ്ട്. ഒരുപാട് പേരുകളിൽ ഒരുപാട് രീതിയിൽ ശൈലിയിൽ
ഖിയാമത്ത് നാളിന്റെ ഭയവിഹ്വലതകളെ അല്ലാഹു തആല അവതരിപ്പിക്കുകയും അതിൽ നിന്ന് ആ ആപാത്ത് മുസീബത്തിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടിയിട്ട് പണിയെടുക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്, എന്നാൽ അവന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി അവിടുത്തെ ഖാദിം അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, ഇന്ന അൻജാക്കും യൗമൽ ഖിയാമത്തി മിൻ അഹ്വാലിഹാ വ മവാത്തിനിഹാ. ഖിയാമത്ത് നാൾ വരുമ്പോൾ അതിന്റെ പേടിജനകമായ ഒരുപാട് അവസ്ഥകളുണ്ട്, ഇടങ്ങേറും മുസീബത്തും പിടിപെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടുന്നൊക്കെ നിങ്ങളെ ഏറ്റവും കൂടുതൽ രക്ഷപ്പെട്ടു വരുന്ന ആളുകൾ ആരെന്നറിയോ? അക്സറുക്കും അലയ്യ ഫീ ദാരി ദുനിയാ സ്വലാത്തൻ. നിങ്ങളെ കൂട്ടത്തിൽ ദുനിയാവിൽ വെച്ച് കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ആളാര്? അവരാണ് ഖിയാമത്ത് നാളിന്റെ ഇടങ്ങേറ മുസീബത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ രക്ഷപ്പെടുന്ന ആള്. അപ്പൊ ആഫത്ത് മുസീബത്തിൽ നിന്ന് തടുക്കാൻ, രക്ഷപ്പെടുത്താൻ പര്യാപ്തമായ ഒന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. നമ്മൾ എന്തെങ്കിലും ഒരു വിഷമം നമുക്ക് പിടിപെടുമ്പോ വേഗം സ്വലാത്ത് ചൊല്ലാം, നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാം. കാരണം സ്വലാത്ത് വല്ലാത്ത ഒരു പുണ്യമുള്ള ഇബാദത്താണ്. അത് ചില പ്രത്യേക നിർണിത സമയങ്ങളിൽ ചൊല്ലാനുണ്ട്. ഇപ്പൊ പള്ളിയിലേക്ക് കയറുമ്പോ സ്വലാത്തുണ്ട്, ഇറങ്ങുമ്പോ സ്വലാത്തുണ്ട്. മുസ്ലിമീങ്ങൾ തമ്മിൽ കൈ ഹസ്തദാനം ചെയ്യുമ്പോൾ, മുസാഫഹത്ത് ചെയ്യുമ്പോൾ സ്വലാത്തുണ്ട്. ഇങ്ങനെ പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് പറയാൻ തുടങ്ങുമ്പോൾ സ്വലാത്തുണ്ട്. ഒരു സദസ്സിൽ കൂടിയിരുന്നാൽ സ്വലാത്തുണ്ട്. ഇങ്ങനെ എല്ലാത്തിലും സ്വലാത്ത് നമുക്ക് നിശ്ചിത സമയങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട്. ഇനി അല്ലാതെയും സ്വലാത്തുകൾ ധാരാളമായി ചൊല്ലുന്നത് നമ്മുടെ രക്ഷയ്ക്ക് അത് കാരണമാകും. ദുനിയാവിലെ രക്ഷക്കും ആഖിറത്തിലെ രക്ഷക്കും. എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളാണ് ഏറ്റവും കൂടുതൽ ഭീതിജനകമായ അവസ്ഥയെങ്കിൽ അവിടെ കൂടുതൽ രക്ഷപ്പെടുത്തുന്ന കാര്യം ഏതാകുന്നു? സ്വലാത്താകുന്നു. ഈ സ്വലാത്ത് നബിതങ്ങൾക്ക് നമ്മൾ എന്തിനാ ചൊല്ലേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചാൽ ഒരർത്ഥത്തിൽ ആവശ്യമില്ല. നബിതങ്ങൾക്ക് നമ്മൾ എന്തിനാ സ്വലാത്ത് ചെല്ലണം? കാരണം നബിതങ്ങൾക്ക് മതിയാവോളം അല്ലാഹുവും മലക്കുകളും സ്വലാത്ത് ചൊരിയുന്നുണ്ട്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൈഹി. നിശ്ചയമായും അല്ലാഹുവും അവന്റെ മലക്കുകളും യുസല്ലൂന അലൈഹി, അവർ അല്ലാഹുവിന്റെ ദൂതരുടെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ഈ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യമില്ല. എന്നാൽ നബി തങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് പറയാണ്, ഇന്നഹു ഖദ് കാന ഫില്ലാഹി വ മലായികതിഹി കിഫായ. അനസ് എന്നവർ പറയാണ്, അല്ലാഹുവും മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നതിൽ തന്നെ ധാരാളം മതിയാവലുണ്ട്. നബി തങ്ങൾക്ക് സ്വലാത്ത് അതന്നെ മതി. വലാകിൻ ഖസ്സൽ മുഅ്മിനീന ബിദാലിക, എന്നിട്ടും മുഅ്മിനീങ്ങളെ പ്രത്യേകപ്പെടുത്തി അല്ലാഹു തആല സ്വലാത്ത് ചൊല്ലാൻ കൽപ്പിച്ചത് ലിയുസീബഹും അലൈഹി, ആ സ്വലാത്തിന്റെ പേരിൽ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു കൂടുതൽ കൂലി കൊടുക്കാൻ വേണ്ടിയാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, മലക്കുകളും അല്ലാഹുവും അവന്റെ മലക്കുകളൊക്കെയും നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, സ്വല്ലൂ അലൈഹി, നിങ്ങൾ ആ നബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലൂ. വസല്ലിമൂ തസ്ലീമാ, ആ നബിയുടെ മേൽ ധാരാളം സലാമുകളും ചൊല്ലൂ. അപ്പൊ അല്ലാഹുവും മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, മുഅ്മിനീങ്ങളെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയേ. അപ്പൊ ഈ മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് പ്രത്യേകം ഇങ്ങനെ കൽപ്പിക്കാൻ കാരണം അതുവഴി മുഅ്മിനീങ്ങൾക്ക് ഗുണം കിട്ടാനാണ്. മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് ഖിയാമത്ത് നാളിന്റെ അവസ്ഥാവിശേഷങ്ങളിലാണ്. അന്നത്തെ അപകടങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇതൊന്നും ഏൽക്കാതെ രക്ഷപ്പെട്ടു പോകാൻ സ്വലാത്ത് പര്യാപ്തമാണ് എന്ന് പറയുന്നു. ഈ സ്വലാത്ത് ആരെ മേലിലാ ചൊല്ലുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ. നബി ആരാ? മനുഷ്യകുലത്തിൽ പിറന്നവരാണ്. പക്ഷെ മനുഷ്യകുലത്തിൽ പിറന്ന ഈ ഒരേ ഒരു മനുഷ്യൻ, അവർക്കാണ് അല്ലാഹു തആല ഇത്രയും വലിയ ബഹുമാനങ്ങളും ശ്രേഷ്ഠതകളും നൽകിയിട്ടുള്ളത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയുകയും മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ടവരായ മുഹമ്മദ് നബി മറ്റുള്ളവരിൽ നിന്നെല്ലാം എത്രയോ വ്യത്യസ്തനായി ഉയർന്നു നിൽക്കുന്നു എന്നുകൂടി മനസ്സിലാക്കണം. ആ തിരുദൂതരോട് നമ്മൾ കടപ്പാടുണ്ട്. അല്ലാഹ് കഴിഞ്ഞാൽ പിന്നെ അത് റസൂൽ. ഷഹാദത്ത് ചൊല്ലുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. നമ്മുടെ ഈമാൻ ഇതുകൊണ്ട് വർദ്ധിക്കുകയും അല്ലാഹുവിലേക്കും റസൂലിലേക്കും
നമ്മുടെ മനസ്സ് കൂടുതൽ തിരിയുകയും വേണം എന്നുള്ള പാഠം കൂടി ഇതിനകത്തുണ്ട്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഈമാൻ ശക്തിപ്പെടുത്തി തരട്ടെ, ഇസ്ലാം നന്നാക്കി തരട്ടെ, എല്ലാവിധ അപകടങ്ങളിൽ നിന്ന്, ആപത്ത് മുസീബത്തുകളിൽ നിന്നെല്ലാം അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.